നമ്മുടെ നാട്ടിലെ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് പ്ലാൻസ് ഏതെല്ലാം? എൻട്രി ലെവൽ പ്ലാൻ അല്ലെങ്കിൽ ഏറ്റവും റേറ്റ് കുറഞ്ഞ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ അവയെ എങ്ങനെ റാങ്ക് ചെയ്യാം? നമ്മൾ നോക്കുന്നത് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് അല്ലെങ്കിൽ കോഴ്സസ്, ബേസിക് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, ഈ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു മിനിമം പ്ലാൻ ആണ്. OTT സബ്സ്ക്രിപ്ഷൻസ് നമ്മൾ അധികം ഫോക്കസ് ചെയ്യുന്നില്ല. ഓരോ പ്ലാനിന്റെയും വെബ്സൈറ്റ് എങ്ങനെ ആക്സസ് ചെയ്യാം, എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതും നമ്മൾ നോക്കുന്നതായിരിക്കും. 6th പൊസിഷനിൽ വരുന്ന എയർടെൽ ബ്രോഡ്ബാൻഡ്. എയർടെൽ സൈറ്റിലേക്ക് പോകാം. താഴെ എയർടെൽ വൈഫൈ പ്ലാൻസ് എന്ന് ക്ലിക്ക് ചെയ്താൽ പ്ലാൻസ് കാണാവുന്നതാണ്. സ്റ്റാർട്ടിംഗ് പ്ലാൻ വരുന്നത് $499 അപ് ടു 40 Mbps. കുറച്ച് OTT സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് 6 months പേ ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റലേഷൻ ഫ്രീ ആയിരിക്കും. 5th പൊസിഷനിൽ വരുന്നത് ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ് ആണ്. ഏഷ്യാനെറ്റ് സൈറ്റിലേക്ക് പോകാം. പ്ലാൻ ഡീറ്റെയിൽസ് നോക്കാം. പ്ലാൻസ്, ബ്രോഡ്ബാൻഡ് പ്ലാൻസ്, ഫൈബർ ബ്രോഡ്ബാൻഡ്. ബേസിക് പ്ലാൻ വരുന്നത് 100 Mbps, മന്ത്ലി $499. കൂടാതെ 3300 GB യൂസേജ്, മന്ത്ലി യൂസേജ് ലിമിറ്റും 20+ OTT ചാനൽ സബ്സ്ക്രിപ്ഷനും ഉണ്ട്. 4th പൊസിഷനിൽ വരുന്നത് ജിയോ ബ്രോഡ്ബാൻഡ് ആണ്. ജിയോ വെബ്സൈറ്റിലേക്ക് നോക്കാം. ബ്രൗസ് പ്ലാൻസ്. മന്ത്ലി പ്ലാൻസ് നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് പ്ലാൻ വരുന്നത് ₹399 അപ് ടു 30 Mbps. 3rd പൊസിഷനിൽ വരുന്നത് കേരള വിഷൻ ബ്രോഡ്ബാൻഡ്. കേരള വിഷൻ സൈറ്റിലേക്ക് പോകാം. കൺസ്യൂമർ ബ്രോഡ്ബാൻഡ് പ്ലാൻസ്. സ്റ്റാർട്ടിംഗ് പ്ലാൻ വരുന്നത് $399 per month അപ് ടു 3000 GB ഡാറ്റ, അപ് ടു 40 Mbps സ്പീഡ്. 3000 GB കൺസ്യൂം കഴിഞ്ഞാൽ സ്പീഡ് കുറയുന്നതായിരിക്കും, അപ് ടു 2 Mbps. സെക്കൻഡ് പൊസിഷനിലുള്ളത് BSNL ബ്രോഡ്ബാൻഡ് ആണ്. BSNL വെബ്സൈറ്റിലേക്ക് പോകാം. BSNL FTTH താരിഫ് കാർഡ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ത്രീ മന്ത്സ് ബേസിക് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ₹999 ആണ്. 1200 GB ആണ് ഡാറ്റ ലിമിറ്റ്, 25 Mbps സ്പീഡ് ലിമിറ്റ്. ഡാറ്റ ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 4 Mbps സ്പീഡ് ലിമിറ്റ്. വേറെ ഒരു ബേസിക് പ്ലാൻ, മന്ത്ലി ബേസിക് പ്ലാൻ ഉള്ളത് ഫൈബർ ബേസിക്, ₹399, 3300 GB ഡാറ്റ ലിമിറ്റ്, 60 Mbps സ്പീഡ്. ഡാറ്റ ലിമിറ്റ് ക്രോസ് ചെയ്താൽ 4 Mbps സ്പീഡ്. ഒന്നാമതായി വരുന്നത് കേരള ഗവൺമെന്റിന്റെ കെ-ഫോൺ ബ്രോഡ്ബാൻഡ് പ്ലാൻസ് ആണ്. കെ-ഫോൺ വെബ്സൈറ്റിലേക്ക് പോകാം. സി പ്ലാൻസ്. കെ-ഫോൺ ബേസിക് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ₹299 അപ് ടു 20 Mbps, 1000 GB ആണ് ലിമിറ്റ്. 1000 GB ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 2 Mbps സ്പീഡ് ആയി മാറും. ഇനി നമ്മൾക്ക് എല്ലാ പ്ലാൻസും ഈ ചാർട്ട് ഉപയോഗിച്ച് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. എല്ലാ 6 സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെയും പ്ലാൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. BSNLന് മാത്രം 2 പ്ലാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു പ്ലാൻ 3 months പ്ലാൻ ആണ്, 999. അത് മന്ത്ലി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് കാണിച്ചിരിക്കുന്നത് അതിൻ്റെ റേറ്റ്. സോ എല്ലാ പ്ലാൻസിൻ്റെയും മാക്സ് സ്പീഡ് കൊടുത്തിട്ടുണ്ട്. യൂസേജ് ലിമിറ്റ് അല്ലെങ്കിൽ ഫെയർ യൂസേജ് പോളിസി എന്ന് വെച്ചാൽ മന്ത്ലി എത്ര GB ആണ് മാക്സിമം ലിമിറ്റ്, ഈ ടോപ്പ് സ്പീഡ് ഗ്യാരണ്ടി ചെയ്യുന്നത്. ഈ മാക്സിമം മന്ത്ലി യൂസേജ് ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് കുറയും. ആ കുറയുന്ന സ്പീഡും താഴെ പോസ്റ്റ് ലിമിറ്റ് സ്പീഡായിട്ട് കൊടുത്തിട്ടുണ്ട്. മിക്ക പ്ലാൻസിനും ഇൻസ്റ്റലേഷൻ ചാർജസ് ഫ്രീ ആയിരിക്കും. പക്ഷെ ചില പ്ലാൻസിന് അഡ്വാൻസ് ആയിട്ട് 3 months പേ ചെയ്താൽ അല്ലെങ്കിൽ 6 months പേ ചെയ്താലേ ഇൻസ്റ്റലേഷൻ ഫ്രീ ആവുകയുള്ളൂ എന്നുണ്ട്. ആ കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ മന്ത്ലി ചാർജസ് വരുന്നത് പ്ലസ് 18% GST ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 399 ആണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ 399 പ്ലസ് 18% GST 353 ആയിരിക്കും മന്ത്ലി ബിൽ വരിക. കെ ഫോൺ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ.
എല്ലാ പ്ലാൻസിൻ്റെയും കവറേജ് നോക്കുകയാണെങ്കിൽ കെ ഫോൺ, BSNL എന്നിവയ്ക്ക് വളരെ വൈഡ് കവറേജ് ഉണ്ട്. ഈവൻ ഏഷ്യാനെറ്റ് ഫൈബറിനും വളരെ വൈഡ് കവറേജ് ഉണ്ട്. പക്ഷെ കേരള വിഷൻ, ജിയോ, എയർടെൽ കമ്പാരിറ്റീവ്ലി ലെസ് കവറേജ് ആണ്. വേറെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ BSNL, ജിയോ മുതലായവ ഒരു ലാൻഡ് ലൈൻ ഫോൺ കൂടി തരുന്നതായിരിക്കും. അവർ അൺലിമിറ്റഡ് വോയിസ് കോൾസ് ആണ് ഓഫർ ചെയ്യുന്നത്. പിന്നെ ചില റേറ്റ് കൂടിയ പ്ലാൻസിന് OTT സബ്സ്ക്രിപ്ഷൻസ് കൂടി ബണ്ടിൽ ചെയ്തിട്ടുണ്ട്. ആ സബ്സ്ക്രിപ്ഷൻസ് നമ്മുടെ ഇൻ്റർനെറ്റ് സബ്സ്ക്രിപ്ഷൻ ഉള്ള സമയത്ത് തന്നെ OTT സബ്സ്ക്രിപ്ഷൻസ് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ നമ്മുടെ ഫോക്കസ് കൂടുതലും എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, കോഴ്സസ് അല്ലെങ്കിൽ ബേസിക് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ആയതുകൊണ്ട് OTT സബ്സ്ക്രിപ്ഷൻസ് എപ്പോഴും ഓപ്ഷണലാണ്. ഈ പ്ലാൻസ് എല്ലാം എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ലേറ്റസ്റ്റ് ഡാറ്റ എപ്പോഴും വെബ്സൈറ്റ് നോക്കി ചെക്ക് ചെയ്യുക. ഈ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത് നവംബർ 2025 സമയത്താണ്. അപ്പോഴത്തെ റേറ്റ്സ് അനുസരിച്ചാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ സർവീസസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെ റിവ്യൂ കമൻറ്റ്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. താങ്ക് യു.